ശത്രുക്കൾ ശത്രുത നമ്മൾ കേട്ടിട്ടുണ്ട്. ശത്രുക്കൾ ശത്രുത കാണിക്കാറുമുണ്ട്. പക്ഷേ ശത്രുവും മിത്രവും കൂടി ശത്രുക്കളായാൽ വലിയ പകയാണ് പിന്നെ ഉണ്ടാവുക. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള കഥ ഇതാണ്. പാകിസ്ഥാനും താലിബാനും അച്ച മച്ച ആയിരുന്നു. പക്ഷേ 4 വർഷം മുമ്പ് അവർ തമ്മിൽ തെറ്റിയിട്ട് ഹമാസിൻ്റെ താലിബാനിൽ കയറി പാകിസ്ഥാൻ സേന ചില ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തി. ഇതിന് പ്രതികാരം എന്നുള്ള നിലയിൽ ഹമാസിൻ്റെ ആളുകൾ ഇന്ന് പാകിസ്ഥാൻ ഹമാസ് ബോർഡറിൽ താലിബാൻ ബോർഡറിൽ 12 സൈനികരെ കൊല്ലുകയും അവരുടെ സൈനിക താവളങ്ങളെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ വലിയ പ്രതിരോധമാണ്, പ്രത്യാക്രമണമാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, താലിബാൻ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോഴുള്ള മറ്റൊരു തമാശ എന്ന് പറഞ്ഞാൽ അവരുടെ വിദേശകാര്യമന്ത്രി, ശക്തനായ വിദേശകാര്യമന്ത്രി അൻവർ താക്വി ഇവിടെ ഇന്ത്യയിലുണ്ട്. അത് ജയശങ്കറുമായും പ്രധാനമന്ത്രിയുമായും ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ധരുമായും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി താക്വി. അപ്പോൾ ഇവിടെ ചർച്ച നടക്കുമ്പോൾ അവിടെ അദ്ദേഹം അവിടെ ഇല്ല, ആ നാട്ടിലില്ല, ഇവിടെയാണുള്ളത്. പക്ഷേ അപ്പോഴും നല്ല തല്ലാണ് അവിടെ നടക്കുന്നത്. ആ തല്ലിനിടയിൽ 12 സൈനികരെയാണ് കൊന്നത്. അതുപോലെ തന്നെ ഒരുപാട് സൈനിക താവളങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു. അതുപോലെ ഇറാനും അഫ്ഗാനിസ്ഥാനുമൊക്കെ ഇന്ത്യയുടെ ഭാഗമായി നിൽക്കണമെന്നും ഇന്ത്യക്ക് സഹായം ചെയ്യണം. കാരണം ഇതൊക്കെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിലേക്ക് വിദേശ ശക്തികൾക്ക് കയറി വരാൻ പറ്റിയ പ്രധാനപ്പെട്ട ബോർഡർ ഏരിയകളാണ് കാബൂൾ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമാണ് കാബൂൾ. അപ്പോൾ അവിടെ വഴിയൊക്കെ ഇന്ത്യയിൽ കയറാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്കോ ചൈനയ്ക്കോ ഒക്കെ അഫ്ഗാനിസ്ഥാനിലുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു സൈനിക താവളം കിട്ടിയാൽ പിന്നെ ഇങ്ങോട്ട് അടിക്കാൻ എളുപ്പമാണ് ഇന്ത്യയെ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും ഇന്ത്യ വലിയ സൗഹൃദമാണ് വയ്ക്കുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായും താലിബാനുമായും ഏറ്റവും നല്ല സൗഹൃദത്തിൽ പോകുമ്പോഴാണ് താലിബാൻ കയറി അടിച്ചിരിക്കുന്നത്. ഇത് വലിയ തിരിച്ചടി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 12 പേരെ കൊല്ലുകയും, അതും സൈനികരെയാണ് കൊല്ലുകയും അവിടെ സൈനിക താവളം ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടായം തിരിച്ചടിക്കും പാകിസ്ഥാൻ. അങ്ങനെ തിരിച്ചടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്ത്യയുടെ സഹായം എന്തായാലും ഹമാസും താലിബാനുമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാനാണ് സാധ്യതയുള്ളത്. അത് അവരോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനും ഹമാസും നല്ല ധാരണയിലിരുന്നപ്പോൾ നമ്മൾ 2 കൂട്ടർക്കും എതിരായിരുന്നു. പക്ഷേ ഹമാസും താലിബാൻ ടീമും ഒക്കെ പാകിസ്ഥാനുമായി തെറ്റിയപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അടിക്കാൻ ഉള്ള ഒരു ആയുധമായി ഹമാസിനെ കാണുകയാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹദ്ബി ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ, വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ വലിയ ഒരു മാറ്റം അവിടെ ബോർഡറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നന്നായി തിരിച്ചടിക്കുന്നുണ്ട്. കാബൂൾ ആക്രമിച്ചതിൻ്റെ പ്രതികാരം എന്നുള്ള നിലയിൽ വലിയ തോതിലാണ് പാകിസ്ഥാനിലെ നഗരങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഹമാസ് നീങ്ങുന്നത്. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ, ഗാസയും അതുപോലെ തന്നെ ഗാസയിലെ സമരവും ഇസ്രായേൽ സമരവും ഒക്കെ തമ്മിൽ ഒരു ഒത്തുതീർപ്പിലേക്ക് വരുന്നതിനിടയിലാണ് ഇവിടെ വീണ്ടും ഏഷ്യയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും താലിബാനുമായിട്ടൊക്കെ ഉള്ള വലിയ സംഘർഷം നടക്കുന്നത്. ആ സംഘർഷത്തിൽ ഇന്ത്യ വെറും ഒരു നോക്കുകുത്തിയായി നിൽക്കുകയില്ല. ഇന്ത്യ താലിബാനെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൂടെ പാകിസ്ഥാൻ്റെ പതനമാണ് നമ്മുടെ ലക്ഷ്യം.